വെൽക്കം ടു ജെഎൽ ആൻഡ് വി എസ് ലേണിംഗ് ക്ലാസ് റൂം. PSC പരീക്ഷകൾക്ക് സഹായകമാകുന്ന 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം സ്വീഡൻ. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം സ്വീഡൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ വിജയഭാരതി സയാനി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ വിജയഭാരതി സയാനി. അന്താരാഷ്ട്ര ആൽബിനിസം അവബോധ ദിനം ജൂൺ 13. അന്താരാഷ്ട്ര ആൽബിനിസം അവബോധ ദിനം ജൂൺ 13. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി റഷ്യ. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി റഷ്യ. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി സ്ഥാനമേൽക്കുന്നത് ആര്? ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി സ്ഥാനമേൽക്കുന്നത് ആര്? ഉപേന്ദ്ര ദ്വിവേദി. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. 2024 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ നാവികസേനാ കപ്പൽ INS സത്ലജ് J-17. 2024 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ നാവികസേനാ കപ്പൽ INS സത്ലജ് J-17. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഒഡീസിയസ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഒഡീസിയസ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ രാജാജി രാഗതി ബയോസ്ഫിയർ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ രാജാജി രാഗതി ബയോസ്ഫിയർ. 2024 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കൾ ആരാണ്? റയൽ മാഡ്രിഡ്. 2024 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കൾ ആരാണ്? റയൽ മാഡ്രിഡ്. 2023 വിജയ് ഹസാരെ ക്രിക്കറ്റ് ട്രോഫി നേടിയത് ഹരിയാന. 2023 വിജയ് ഹസാരെ ക്രിക്കറ്റ് ട്രോഫി നേടിയത് ഹരിയാന. അടുത്തിടെ അന്തരിച്ച റാമോജി ഫിലിം സിറ്റി സ്ഥാപകൻ റാമോജി റാവു. അടുത്തിടെ അന്തരിച്ച റാമോജി ഫിലിം സിറ്റി സ്ഥാപകൻ റാമോജി റാവു. അടുത്തിടെ അന്തരിച്ച മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് UL ഭട്ട്. അടുത്തിടെ അന്തരിച്ച മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് UL ഭട്ട്. അന്താരാഷ്ട്ര ടൂറിസം മേള 2024 വേദി കാഠ്മണ്ഡു. അന്താരാഷ്ട്ര ടൂറിസം മേള 2024 വേദി കാഠ്മണ്ഡു. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. ലോക കേരള സഭ 4ാമത് സമ്മേളനം നടക്കുന്നത് എവിടെ? തിരുവനന്തപുരം. ലോക കേരള സഭ 4ാമത് സമ്മേളനം നടക്കുന്നത് എവിടെ? തിരുവനന്തപുരം. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക്. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെ? വിജയവാഡ. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെ? വിജയവാഡ. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര. പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം ബ്രേക്ക് ഡാൻസ്. പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം ബ്രേക്ക് ഡാൻസ്. ഇന്ത്യയിൽ ആദ്യമായി വന്യമൃഗശല്യം തടയാൻ AI സ്മാർട്ട് ഫെൻസിംഗ് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി വന്യമൃഗശല്യം തടയാൻ AI സ്മാർട്ട് ഫെൻസിംഗ് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ.
ഇന്ത്യയിലെ യുണിസെഫ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ബോളിവുഡ് നടി ആര്? കരീന കപൂർ. ഇന്ത്യയിലെ യുണിസെഫ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ബോളിവുഡ് നടി ആരാണ്? കരീന കപൂർ. 2024 നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത്? മാഗ്നസ് കാൾസൺ. 2024 നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ. 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാരം നേടിയത് ആരാണ്? ഷീല. 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാരം നേടിയത് ആരാണ്? ഷീല. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം? പുഷ്പക്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം പുഷ്പക്. ലോക രക്തദാന ദിനം എന്നാണ്? ജൂൺ 14. ലോക രക്തദാന ദിനം എന്നാണ് ജൂൺ 14. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല? മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം. ദ ബ്രിഡ്ജ് ഓഫ് നാഷണൽ യൂണിറ്റി എന്ന കാൽനട പാലം നിലവിൽ വന്ന രാജ്യം? ഹംഗറി. ദ ബ്രിഡ്ജ് ഓഫ് നാഷണൽ യൂണിറ്റി എന്ന കാൽനട പാലം നിലവിൽ വന്ന രാജ്യം ഹംഗറി. സിക്കിമിന്റെ പുതിയ മുഖ്യമന്ത്രി? പ്രേം സിംഗ് തമംഗ്. സിക്കിമിന്റെ പുതിയ മുഖ്യമന്ത്രി പ്രേം സിംഗ് തമംഗ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം ആര്? സുനിൽ ഛേത്രി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം ആര്? സുനിൽ ഛേത്രി. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി? തമിഴക വെട്രി കഴകം. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകം. ചുവന്ന മനുഷ്യൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? കോട്ടയം പുഷ്പനാഥ്. ചുവന്ന മനുഷ്യൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കോട്ടയം പുഷ്പനാഥ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി? സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസൺ. 2024 കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത്? കാസർഗോഡ്. 2024 കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡ്. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സെയിലർ? വിഷ്ണു ശരവണൻ. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സെയിലർ വിഷ്ണു ശരവണൻ. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. AIR ലോറ എന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യം? ഇസ്രായേൽ. AIR ലോറ എന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യം ഇസ്രായേൽ. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം? PT ഉഷ. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം PT ഉഷ. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി വിൽപ്പന തുടങ്ങിയത്? തൃശൂർ. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി വിൽപ്പന തുടങ്ങിയത്? തൃശൂർ. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത്. 2024 ജൂണിൽ ലോക സാമ്പത്തിക ഫോറം പുറത്തിറക്കിയ ആഗോള ലിംഗ സമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? 129. 2024 ജൂണിൽ ലോക സാമ്പത്തിക ഫോറം പുറത്തിറക്കിയ ആഗോള ലിംഗ സമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 129. ജലക്ഷാമം നേരിടുന്ന ഡൽഹിയിലേക്ക് 137 ക്യൂസെക്സ് മിച്ചജലം വിട്ടു നൽകാൻ ഹിമാചൽ പ്രദേശ് സർക്കാരിനോട് നിർദ്ദേശിച്ച കോടതി? സുപ്രീം കോടതി. ജലക്ഷാമം നേരിടുന്ന ഡൽഹിയിലേക്ക് 137 ക്യൂസെക്സ് മിച്ചജലം വിട്ടു നൽകാൻ ഹിമാചൽ പ്രദേശ് സർക്കാരിനോട് നിർദ്ദേശിച്ച കോടതി? സുപ്രീം കോടതി. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? വി ഹരിനായർ. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. ഇന്ത്യയുടെ എത്രാമത് നാവികസേനാ മേധാവിയായി ആണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ചുമതലയേറ്റത്? 26. ഇന്ത്യയുടെ എത്രാമത് നാവികസേനാ മേധാവിയായി ആണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ചുമതലയേറ്റത്? 26. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല? കണ്ണൂർ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ.
വംശനാശത്തിന്റെ വക്കിലുള്ള മാദിഗ ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായം ചക്കാലിയ. വംശനാശത്തിന്റെ വക്കിലുള്ള മാദിഗ ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായം ചക്കാലിയ. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ്. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ്.